ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മട്ടൻ കറിയുടെ റെസിപ്പിയാണ്. ഈ മട്ടൻ കറി നമ്മൾ ഉണ്ടാക്കുന്നത് പ്രഷർ കുക്കറിലാണ്. നല്ല കുറുകിയ ചാറോടുകൂടിയുള്ള ഒരു കറിയാണ്. നമുക്ക് പൊറോട്ടയുടെ കൂടെയാണെങ്കിലും ചപ്പാത്തിയുടെ കൂടെയാണെങ്കിലും നെയ്ച്ചോറിന്റെ കൂടെയാണെങ്കിലും ചോറിന്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് ഈ മട്ടൻ കറി ഉണ്ടാക്കാൻ തുടങ്ങാം. കറി ഉണ്ടാക്കാനായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ എല്ലോടുകൂടിയുള്ള മട്ടൻ പീസസ് ആണ്. അത് കഴുകി വെള്ളമെല്ലാം കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇതിനൊരു മസാല ഉണ്ടാക്കണം. അതിനുള്ള ഇൻഗ്രീഡിയൻസ് ആണിത്. 2 ടീസ്പൂൺ വലിയ ജീരകം, 1 ടീസ്പൂൺ ചെറിയ ജീരകം, 6 ഏലക്ക, 6 ഗ്രാമ്പ്, 1 ചെറിയ കഷ്ണം പട്ട, 1 കഷ്ണം തക്കോലം, 1 ചെറിയ പീസ് ജാതിപത്രി, 1/2 ടീസ്പൂൺ കുരുമുളക്. കറിക്ക് ആവശ്യമുള്ള മസാലപ്പൊടികളാണിത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 3 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 2 വലിയ തക്കാളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്. മീഡിയം തക്കാളിയൊക്കെ ആണെങ്കിൽ 3 എടുക്കാം. 3 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 3 മീഡിയം സൈസിലുള്ള സവാള കനം കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തത്. എടുത്തു വെച്ചിരിക്കുന്ന ഓൾ സ്പൈസസ് ഒക്കെ ഒന്ന് പൊടിച്ചെടുക്കണം. അതിനായിട്ട് ചെറിയ പാൻ ചൂടാക്കാം. പാൻ ചൂടായിരുമ്പോൾ അതിലേക്ക് മസാലകളെല്ലാം കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് വറുത്തെടുക്കണം. കരിഞ്ഞു പോകാതെ ഒരു 3-4 മിനിറ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി. മസാലയിലെ മൂത്ത് നല്ലൊരു മണം വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി സ്റ്റവ് ഓഫ് ചെയ്ത് പാൻ സ്റ്റവിൽ നിന്ന് മാറ്റി വെക്കണം. മസാല എല്ലാം ഒന്ന് തണുത്ത് വന്നതിന് ശേഷം ഇത് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം. കറി ഉണ്ടാക്കാനായിട്ട് ഒരു പ്രഷർ കുക്കർ ചൂടാക്കാം. പ്രഷർ കുക്കർ ചൂടായിരുമ്പോൾ ഇതിലേക്ക് ഒരു 6 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതോ ഓയിൽ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായിരുമ്പോൾ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. സവാള കൈകൊണ്ടൊന്ന് വിടർത്തി ഇട്ട് കൊടുക്കാം. അപ്പൊ സവാള പെട്ടെന്ന് ഫ്രൈ ആയിട്ട് കിട്ടും. സവാള ചേർത്ത് കഴിഞ്ഞ് സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ വഴറ്റി കൊടുക്കണം. സവാള ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരണം. ഈ മെത്തേഡിൽ തന്നെ നമുക്ക് ബീഫ് കറിയോ ചിക്കൻ കറിയോ ഒക്കെ ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റാണ്. സവാള നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പോൾ ഇതിലേക്ക് മട്ടൻ ചേർത്ത് വഴറ്റിയെടുത്തിട്ടാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കുന്നത്. സവാള നല്ലപോലെ വഴന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നാൽ മാത്രമേ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. സവാള മൂത്ത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മട്ടൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. മട്ടൻ ചേർത്ത് കഴിഞ്ഞ് സ്റ്റവ് ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ച് 3-4 മിനിറ്റ് നല്ലപോലെ വഴറ്റി കൊടുക്കണം. ഇനി സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചതിന് ശേഷം ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തിട്ട് വീണ്ടും 3-4 മിനിറ്റ് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എല്ലാം ചേർത്ത് 3-4 മിനിറ്റ് നല്ലപോലെ വഴറ്റി കഴിയുമ്പോൾ മട്ടൻ്റെ കളറെല്ലാം മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മസാലപ്പൊടികളും കൂടെ ചേർത്ത് കൊടുക്കാം. പൊടികളെല്ലാം ചേർത്തിട്ട് വീണ്ടും ഒന്ന് നല്ലപോലെ വഴറ്റി കൊടുക്കണം. മസാലയെല്ലാം മട്ടനിൽ പിടിക്കുന്നവരൊന്ന് നല്ലപോലെ വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുപൊടിയും കൂടി ചേർത്ത് നല്ലപോലെ വഴറ്റി കൊടുക്കണം. മസാല ചേർത്ത് കുറച്ച് സമയം നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. മസാലയെല്ലാം മട്ടനിൽ നന്നായിട്ട് പിടിച്ചു കിട്ടണം. മസാലയെല്ലാം മട്ടനിൽ നല്ലതുപോലെ പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് വീണ്ടും ഒന്ന് നല്ലപോലെ വഴറ്റി കൊടുക്കണം. തക്കാളി എല്ലാം നല്ലപോലെ ഒന്ന് ഉടഞ്ഞ് മട്ടനിലെല്ലാം പിടിച്ചു വരുന്നവരൊന്ന് വഴറ്റി കൊടുക്കാം. തക്കാളി ചേർത്ത് നല്ലതുപോലെ വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ആദ്യം മിക്സിയിൽ പൊടിച്ചു വെച്ചിരിക്കുന്ന മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. മസാലപ്പൊടി മുഴുവനും ചേർക്കണം എന്നില്ല, ഒരു 1/4 ഭാഗം ചേർത്ത് കൊടുത്താൽ മതി. ബാക്കി പിന്നീട് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. മസാലപ്പൊടി ചേർത്ത് വീണ്ടും കുറച്ച് സമയം നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. മസാല എല്ലാം മട്ടനിൽ നല്ലതുപോലെ പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. വെള്ളം ചേർക്കുമ്പോൾ ചൂടുവെള്ളം ചേർക്കാൻ ശ്രദ്ധിക്കാം. ഇതിലേക്ക് 1 അല്ലെങ്കിൽ 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വെള്ളം ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം.
ചൂടുവെള്ളം ചേർത്ത് കഴിഞ്ഞ് കറി നല്ലതുപോലെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി കുക്കർ മൂടി 3-4 വിസിൽ വരുന്നത് വരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. മട്ടന്റെ കുക്കിംഗ് ഡേ നമുക്ക് അത്ര കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. ചില മട്ടൻ പെട്ടെന്ന് വെന്തിട്ടും ചിലതിന് കുറച്ച് സമയം എടുക്കും. അപ്പൊ നിങ്ങൾ ഉപയോഗിക്കുന്ന മട്ടന്റെ പാകം നോക്കി കുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. 4 വിസിൽ വന്നു കഴിഞ്ഞപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് കുക്കറിന്റെ സ്റ്റീം എല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. തുറന്നതിന് ശേഷം മട്ടൻ പാകത്തിന് കുക്കായിട്ടുണ്ടോ എന്ന് നോക്കണം. ഇപ്പോൾ മട്ടൻ നല്ല പാകത്തിന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി കുക്കർ തുറന്ന് വെച്ച് സ്റ്റവ് ഓൺ ചെയ്തതിന് ശേഷം കുറച്ച് സമയം കൂടെ കുക്ക് ചെയ്യാം. ഗ്രേവി ചെറുതായിട്ടൊന്ന് കുറുകി വരുന്നവരെ കുക്ക് ചെയ്യണം. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പെല്ലാം പാകത്തിന് ചേർത്ത് കൊടുക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മസാല കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ പൊടിച്ചു വെച്ചിരിക്കുന്നതെന്ന് ബാക്കി മസാലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കറിയിലുള്ള ഗ്രേവി എല്ലാം കുറുകി എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. മല്ലിയില ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ടേസ്റ്റിയുമായ നമ്മുടെ മട്ടൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലെ സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക്